നമസ്കാരം. ആധാർ കാർഡും വോട്ടർ ID കാർഡും ബന്ധിപ്പിക്കുന്നതിൽ നിർണായക ചർച്ചകളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുകയാണ്. ആധാർ തിരിച്ചറിയൽ നമ്പറുകൾ വോട്ടർ ID കാർഡുകളുമായി ബന്ധിപ്പിക്കുന്നതിൽ മാർച്ച് 18 ചൊവ്വാഴ്ച ഒരു നിർണായക യോഗം ചേരാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വിളിച്ച യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെയും നിയമനിർമ്മാണ വകുപ്പിലെയും സെക്രട്ടറിമാർ പങ്കെടുക്കും. മാർച്ച് 18 ചേരുന്ന യോഗത്തിൽ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, നിയമസഭാ വകുപ്പ് സെക്രട്ടറി രാജീവ് മണി, UIDAI CEO ഭുവനേഷ് കുമാർ എന്നിവരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയം ചർച്ച നടത്തും. ആധാർ കാർഡും വോട്ടർ ID കാർഡും ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ നിർണായക തീരുമാനം ഈ യോഗത്തിൽ ഉണ്ടായേക്കും. 3 മാസത്തിനുള്ളിൽ നിലവിലെ പരാതികൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നത്. ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മുൻഗണന നൽകുമോ എന്ന് വ്യക്തമല്ല. ആധാറും വോട്ടർ IDയും നിർബന്ധമായും ബന്ധിപ്പിക്കണമെന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നുവെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണങ്ങൾ സജീവമാണ്. പല സംസ്ഥാനങ്ങളിലും വോട്ടർ നമ്പറിൽ ക്രമക്കേട് സംഭവിച്ചതായും ഇരട്ട വോട്ടർ ID നമ്പർ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. മാർച്ച് 4, 5 തീയതികളിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് വോട്ടർ പട്ടിക ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള എല്ലാ നീക്കവും നടത്തണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നു. 2021 ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്ത് ആധാറും വോട്ടർ IDയും ബന്ധിപ്പിക്കാമെന്ന വ്യവസ്ഥ കേന്ദ്രം കൊണ്ടുവന്നിരുന്നു. പാർലമെന്റിലും പുറത്തും പ്രതിപക്ഷ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും ഇരട്ട വോട്ടർ കാർഡ് നമ്പർ ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും വോട്ടർ പട്ടികകളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് മനസ്സിലായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയാണെന്ന ആരോപണം പ്രതിപക്ഷം നടത്തുന്നുണ്ട്. കൂടുതൽ നടപടി വിവരങ്ങൾ യോഗത്തിന് ശേഷമാകും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകുക. ആധാർ കാർഡുമായി ബന്ധിപ്പിക്കേണ്ടി വരുമ്പോൾ വലിയ രീതിയിൽ ഒരു തട്ടിപ്പ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് തത്വമയി TV.